ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 1 ആണ് കേട്ടോ. ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നൽകിയിട്ടുണ്ട്. മക്കൾ അതൊക്കെ പോയി കണ്ട് നന്നായിട്ട് പഠിക്കണം കേട്ടോ. പേപ്പർ 1 1 മാർക്കിൻ്റെ ചോദ്യമാണ്. പേപ്പർ 2 വിശദമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. മാത്സിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ വിശദമായിട്ട് ആൻസർ നൽകിയിട്ടുണ്ട് കേട്ടോ. മക്കളതൊക്കെ പോയി കാണുക, നന്നായിട്ട് പഠിക്കുക. ചന്ദ്രൻ എന്ന വാക്കിൻ്റെ സമാനപദം അല്ലാത്തത് ഏത്? നിശാകരൻ, ഇന്ദു, സോമൻ, നില. ആൻസർ ഡി, നില. 2. ചാലത്തടുത്തു തെളിയിക്കുന്ന നേരത്തു കാലികൾ കുത്തി കുതിർത്തിലല്ലി. ഇത് ആരുടെ വരികളാണ്? ആൻസർ ബി, ചെറുശ്ശേരി. 3. അന്യജീവനുതകുമീ സ്വജീവിതം ധന്യമാക്കുമമലെ വിവേകികൾ. വരികളുടെ ആശയവുമായി വരുന്നതേത്? വൃക്ഷം തനിക്ക് തണലേകില്ല. ബി, പരോപകാരമേ പുണ്യം. സി, താൻ കരിഞ്ഞും തണലേകുക. ഡി, ഇവയെല്ലാം. ആൻസർ ബി. പട്ടിക പരിശോധിക്കുക, ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. എ, കുമാരനാശാൻ. 3, ദുരവസ്ഥ. വള്ളത്തോൾ, എൻ്റെ ഗുരുനാഥൻ. അക്കിത്തം, ബലിദർശനം. ചെറുശ്ശേരി, കൃഷ്ണഗാഥ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 5. അനിലൻ, പവനൻ എന്നീ വാക്കുകൾ താഴെ തന്ന വാക്കുകളിൽ ഏത് വാക്കിൻ്റെ സമാന പദമാണ്? ആൻസർ എ, കാറ്റ്. 6. താഴെ നൽകിയിരിക്കുന്ന വാചകങ്ങളിൽ അനുപ്രയോഗം അടങ്ങിയ പദം ഏതാണ്? അവൻ ആ പാഠപുസ്തകം വായിച്ചു തീർത്തു. ആൻസർ ബി, വായിച്ചു തീർത്തു. കൈകളെ കൊള്ളുവാൻ പായ്മാര്യമേറിയിട്ടു കാനനം തന്നിലെ വീണാനോ താൻ. അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥമല്ലാത്തതേത്? ആൻസർ ഡി ആണ്, വെക്കുക. കുഞ്ഞുണ്ണി വാക്കിന് സ്ഥിരമില്ലാത്തവനാണ്. പറയുന്നതല്ല നാളെ പറയുക. സ്വന്തമായൊരു നിലപാടും അവനില്ല. കുഞ്ഞുണ്ണിയുടെ സ്വഭാവത്തെ വിശേഷിക്കാവുന്ന ശൈലി ഏത്? ആൻസർ സി, ചുവടുമാറ്റുക. 9. നളിനി തൻ്റെ മകനെ പഠിപ്പിക്കുവാൻ ഒരു അധ്യാപകനെ തേടുകയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ജാനു ചേച്ചി പറഞ്ഞ വാക്യങ്ങളിൽ ശരിയായത് ഏവ? 1. അദ്ദേഹം നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹം നല്ല രീതിയിൽ പഠിപ്പിക്കുന്നയാളാണ്. 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ ബി. 10. ആബിദക്കുട്ടിയുടെ നൂൽഫോൺ വിട്ട് പട്ടൂസ് ദൂരേക്ക് പറന്നു. ഈ ഇത്താത്താക്ക് ഇതെന്താ? ഞാനൊരു പട്ടമല്ലേ, എനിക്ക് പറക്കണ്ടേ? പക്ഷെ താഴേക്ക് നോക്കിയപ്പോഴാണ് പട്ടൂസിന് അബദ്ധം മനസ്സിലായത്. അവൻ പേടിച്ചു വിറച്ചു. അമ്പിളി മാമനോട് അവൻ ഇത്താത്തയെ കാണണമെന്ന് പറഞ്ഞു കരഞ്ഞു. സന്ദർഭത്തിന് യോജിച്ച പഴഞ്ചൊല്ല് ഏതാണ്? അക്കരെ നിന്നാൽ ഇക്കരെ പച്ച. ആകാശത്തോളം ഉയരമുള്ളവന് ചെങ്ങലകൾ പാടില്ല. ചിറകുള്ള പക്ഷിയെ കൂട്ടിലിടരുത്. ചെറിയ 1 മാത്രം ശരിയാണ്. ഇനി ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. Read the passage and answer the following question. Joju was a poor boy who always wandered around streets. He wore tattered clothes and spent his days collecting crumpled papers. He felt doubtful about his future because he did not go to school. One day, a kind teacher gave him a book with beautiful illustration on every page. Joju was so happy that he began to clutch the book to his chest. വേണ്ടേ? എപ്പോഴും തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന ഒരു ദരിദ്രനായൊരു കുട്ടിയായിരുന്നു ജോജു. കീറിയ വസ്ത്രം ധരിച്ച് ചുരുട്ടിക്കൂട്ടിയ പേപ്പറൊക്കെ ശേഖരിച്ച് അവൻ ദിവസങ്ങൾ ചെലവഴിച്ചു. പോവാത്തതിനാൽ അവന് ഭാവിയെക്കുറിച്ചൊരു സംശയവും തോന്നിയില്ല. ഒരു ദിവസം ദയാലുവായൊരു ടീച്ചർ സ്നേഹമുള്ളൊരു ടീച്ചർ അവന് കുറച്ച് പേജുകൾ മനോഹരമായ ചിത്രങ്ങളുള്ളൊരു പുസ്തകം നൽകി. ജോജു വാസ് സോ ഹാപ്പി. ജോജുവിന് ഒരുപാട് സന്തോഷമായി. ആ പുസ്തകങ്ങൾ അവന് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആസ് ദ ടീച്ചർ ഡോട്ട് ഹിം, ജോജു ബിഗൈൻ ടു റെക്കഗ്നൈസ് ലെറ്റേഴ്സ് ആൻഡ് വേർഡ്സ്. ഹിസ് ഐസ് സ്റ്റാർട്ടഡ് ടു സ്പാർക്കിൾ വിത്ത് ജോയ് വെനെവർ ഹി ഹെഡ് എ ന്യൂ സ്റ്റോറി. അവനെ പഠിപ്പിക്കാൻ തുടങ്ങിയതോടു കൂടിയിട്ട് അവന് അക്ഷരങ്ങളും വാക്കുകളൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി. ഓരോ പുതിയ കഥ വായിക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങാൻ തുടങ്ങി. എഡ്യൂക്കേഷൻ ചേഞ്ച്ഡ് ഹിസ് ലൈഫ്. വിദ്യാഭ്യാസം അവൻ്റെ ജീവിതം മാറ്റിമറിച്ചു. ജോജു ലേൺ ദാറ്റ് നോളേജ് ഹിസ് ട്രഷർ ദാറ്റ് മേക്ക് ഹിസ് ഫ്യൂച്ചർ റേഡിയൻറ്റ്. അറിവ് ഭാവിയെ പ്രകാശമാക്കുന്നൊരു നിധിയാണെന്ന് ജോജു മനസ്സിലാക്കി.
താഴെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾ വായിക്കുക. ദിസ് സ്റ്റോറി ടെൽസ് അബൌട്ട് എ ബസ് ജേർണി, ക്ലീനിങ് ഓഫ് ഗാർബേജ് ഡംപ്, സി പവർ ഓഫ് എഡ്യൂക്കേഷൻ. ഇവിടെ തന്നിട്ടുള്ളത് ആൻസർ സി ആണ്, പവർ ഓഫ് എഡ്യൂക്കേഷൻ. 12 ചൂസ് ദ വേർഡ്സ് ദാറ്റ് മോസ്റ്റ് നിയർ ബൈ ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ വേർഡ്സ് വണ്ടർ. ആൻസർ ബി. 13 കംപ്ലീറ്റ് ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് പാസ്റ്റ് ടെൻസ്. യെസ്റ്റർഡേ ജോജു ഡാഷ് ഹിസ് ഫസ്റ്റ് സ്റ്റോറി. ഇന്നലെ അവൻ്റെ ഫസ്റ്റ് സ്റ്റോറി വായിച്ചു എന്നാണ്. ആൻസർ ബി, റീഡ്. 14 സെലക്ട് ദ കറക്റ്റ് സെക്കൻഡ്സ് ഓഫ് ഇവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി. ഇവിടെ കറക്റ്റ് ഓർഡർ നൽകിയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ജോജു വോർ ടാറ്റേഡ് ക്ലോത്ത്, ജോജു മെറ്റ് എ ടീച്ചർ, ജോജു ലേൺ ടു റെക്കഗ്നൈസ് ലെറ്റേഴ്സ്. മക്കൾ പാരഗ്രാഫ് നന്നായിട്ട് അർത്ഥത്തോടെ വായിക്കണം കേട്ടോ. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി വായിച്ച് നോക്കുക, എന്നിട്ട് ആൻസർ ചെയ്യുക. 15 സ്റ്റേറ്റ്മെൻറ്റ്. ജോജു ഐ സ്റ്റാർട്ടഡ് ടു സ്പാർക്കിൾ വിത്ത് ജോയ്. റീസൺ ഹീ കുഡ് റീഡ് എ ന്യൂ സ്റ്റോറി ബൈ ഹിംസെൽഫ്. ആൻസർ എ, ബോത്ത് ആർ ട്രൂ ആൻഡ് ദ റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. 16 വാട്ട് ഡസ് ദ വേർഡ്സ് എക്സോസ്റ്റഡ് മീൻസ്. 1 വെരി ടയേർഡ്, 3 സ്ലീപ്പി ആൻഡ് വീക്ക്. 1 and 3 കറക്റ്റ്. The farmer. The king may rule our land and sea. The lord may live right loyally. The soldier rides the pope and bride. Sailor roams our ocean wide. But this or that, whatever befall. രാജാവിന് കരയിലും കടലിലും ഭരിക്കാം, പ്രഭുവിന് രാജകീയമായി ജീവിക്കാം, പട്ടാളക്കാരന് ആഡംബരത്തോടെയും അഭിമാനത്തോടെയും സഞ്ചരിക്കാം. The sailor rows over oceans wide. നാവികൻ നമ്മുടെ സമുദ്രങ്ങളിൽ വ്യാപകമായി ചുറ്റി നടക്കുന്നു. കർഷകൻ അവരെ എല്ലാം പോഷിപ്പിക്കണം, ഇതില്ലെങ്കിൽ അത് എന്ത് സംഭവിക്കും? Writer thinks, the poet sings, the craftsman fashion wondrous things. Doctor heals, the lawyer pleads, the miner follows the precious leads. എഴുത്തുകാരൻ ചിന്തിക്കുന്നു, കവി പാടുന്നു, കരകൗശലക്കാരൻ അത്ഭുതകരമായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നു, ഡോക്ടർമാർ സുഖപ്പെടുത്തുന്നു, അഭിഭാഷകൻ വാദിക്കുന്നു, ഖനിത്തൊഴിലാളികൾ വിലയേറിയ ലീഡുകൾ ഉണ്ടാക്കുന്നു. ബട്ട് ദിസ് ഓർ ദാറ്റ് വാട്ടെവർ ബിഫാൾ, ദ ഫാർമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ. കർഷകൻ അവരെ എല്ലാം പോഷിപ്പിക്കണം, എന്നാൽ ഇതില്ലെങ്കിൽ അതെന്ത് സംഭവിക്കും? 17 ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് ദ പോയം വാട്ട് ഡസ് ദ ഫ്രേസ് ദ മൈനർ ഫോളോസ് ദ പ്രഷ്യസ് ലീഡ്സ് മോസ്റ്റ് ലൈക്ലി റിഫർ ടു. ആൻസർ ബി ആണ്, ഫോളോവിങ് പാസ് ടു വാല്യുബിൾ ട്രഷർ. 18 അക്കോർഡിംഗ് ടു ദ പോയം ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫീഡിംഗ് എവരി വൺ റിഗാർഡ്ലെസ് ഓഫ് ദെയർ സ്റ്റാറ്റസ്. ആൻസർ സി, ദ ഫാർമർ. 19 ലുക്ക് അറ്റ് ദ വേർഡ് ഓൾ അറ്റ് ദ എൻഡ് ഓഫ് ദ പോയം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് റൈംസ് വിത്ത് ഇറ്റ്. എന്തൊക്കെ തന്നിട്ടുള്ളത്? ഫോൾ, കോൾ, ബാൾ, ടെൽ. ഓപ്ഷൻ സി 1, 2, 3 കറക്റ്റ്. 20 ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ്. റാൻ ദ വില്ലേജേഴ്സ് ആൻഡ് റിബൺ ദ ഗ്രാബ്ഡ് ഈഗർലി. ബി ഈഗർലി ടു ഗ്രാബ്ഡ് ദ റിബൺസ് ആൻഡ് റാൻ. സി ഗ്രാബ്ഡ് ദ വില്ലേജേഴ്സ് റിബൺ ആൻഡ് ദ ഈഗർലി റാൻ. ഡി ദ വില്ലേജേഴ്സ് റാൻ ആൻഡ് ഈഗർലി ഗ്രാബ്ഡ് ദ റിബൺസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇനി മാത്സ് ആണ്. 21 ചുവടെ നൽകിയിരിക്കുന്ന 8354 ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. 1 83 നൂറുകൾ 54 പത്തുകൾ, അത് ശരിയാണ്. 2 835 പത്തുകൾ 4 ഒന്നുകൾ, അതും ശരിയാണ്. 8 ആയിരങ്ങൾ 3 പത്തുകൾ 54 ഒന്നുകൾ, തെറ്റാണ്. 4 ഒന്നുകൾ 35 പത്തുകൾ 8 ആയിരങ്ങൾ, തെറ്റാണ്. ആൻസർ 1ഉം 2ഉം ശരി. ഓപ്ഷൻ എ. 2 2026 എന്ന സംഖ്യ റോമൻ സംഖ്യാരൂപത്തിൽ എങ്ങനെ എഴുതാം? 1000-നെ എം എന്ന് സൂചിപ്പിക്കും. 2000 MM. ഓപ്ഷൻ എ. 23 7016 എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യയുടെയും ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയുടെയും വ്യത്യാസം കാണുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 6543. 0 വന്നാൽ മക്കൾ ശ്രദ്ധിക്കണം. ഏറ്റവും വലിയ സംഖ്യ എഴുതുമ്പോൾ ലാസ്റ്റാണ് 0 നൽകേണ്ടത്.
ഏറ്റവും ചെറിയ സംഖ്യ എഴുതുമ്പോൾ രണ്ടാമതാണ് 0 നൽകേണ്ടത്. ഏറ്റവും ചെറിയ സംഖ്യ എഴുതുക, അതിനുശേഷം 0 എഴുതുക. 24. ഒരു സംഖ്യയെ 18 കൊണ്ട് ഗുണിച്ചപ്പോഴും അതേ സംഖ്യയെ 24 കൊണ്ട് ഗുണിച്ചപ്പോഴും കിട്ടിയ തുകയുടെ വ്യത്യാസം 54 ആണ്. എങ്കിൽ സംഖ്യ ഏത്? ഇങ്ങനെ ചോദ്യം വന്നാൽ മക്കൾ ചെയ്യേണ്ടത് ഏതൊക്കെ രണ്ട് സംഖ്യകളെ കൊണ്ടാണോ ഗുണിച്ചത് ആ സംഖ്യകൾ തമ്മിൽ കുറക്കുക. ഇവിടെ 24 - 18. ആൻസർ 6 കിട്ടും. ഈ 6നെ 54 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്ര കിട്ടും? 9 കിട്ടും. ആൻസർ 9 ആണ്. വേർഡ് ചോദ്യങ്ങൾക്കൊക്കെ ഓരോ ട്രിക്കുകളാണ്. അതൊക്കെ മക്കൾ ഓർത്ത് വെക്കണം കേട്ടോ. മക്കൾക്ക് സംശയം ഉണ്ടെങ്കിൽ 9 കൊണ്ടൊന്ന് ഗുണിച്ച് നോക്കൂ. സംശയം ഉണ്ടെങ്കിൽ മക്കൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ. കണ്ടോ? ഇനി 216 - 162. ആൻസർ 54 കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? നെക്സ്റ്റ് 25. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സമചതുരവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏവ? 1. 4 വശങ്ങളുണ്ട്, ശരിയാണ്. 4 മൂലകളുണ്ട്, ശരിയാണ്. 4 വശങ്ങൾക്കും ഒരേ അളവാണ്, അതും ശരിയാണ്. 4 മൂലകളും നിർണ്ണയിക്കുന്ന വശങ്ങൾ പരസ്പരം കുത്തനെയാണ്. ചതുരവുമായി ബന്ധപ്പെട്ട് ഇവയെല്ലാം ശരിയാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. ആൻസർ ഡി, ഇവയൊന്നുമല്ല. 26. 2025 ഫെബ്രുവരി 1 തിങ്കളാഴ്ചയാണെങ്കിൽ 2025 മാർച്ച് 1 ഏത് ദിവസമായിരിക്കും? ആൻസർ തിങ്കൾ തന്നെയാണ്. കലണ്ടറിനെ കുറിച്ചുള്ള 2 ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. ഒന്ന് നേരമായി കലണ്ടർ ക്ലോക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു ക്ലാസ് കലണ്ടർ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള കലണ്ടർ ട്രിക്കാണ്. അത് മക്കൾ പോയി കാണണം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് നൽകാം. 27. 150 മുതൽ 250 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 150 മുതൽ 250 വരെ എത്ര സംഖ്യകളുണ്ട്? 100 സംഖ്യകൾ. 100 സംഖ്യകളിൽ പകുതി ഒറ്റ സംഖ്യ, പകുതി ഇരട്ട സംഖ്യ. ആൻസർ 50 ഒറ്റ സംഖ്യകൾ. ഓപ്ഷൻ എ. 28. 30 കുട്ടികളുള്ള ഒരു വരിയിൽ അപ്പു മുന്നിൽ നിന്നും 18-മതും കിച്ചു പിന്നിൽ നിന്നും 18-മതുമാണ് നിൽക്കുന്നത് എങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഫസ്റ്റ് ഓപ്ഷന് കിച്ചു മുന്നിൽ നിന്നും 13-മതാണ്. അത് ശരിയാണെന്ന് നോക്കാൻ എന്ത് ചെയ്യണം? 30 കുട്ടികളുണ്ട്, 30 - 18. ആൻസർ 12 കിട്ടും. 12നോട് നമ്മൾ 1 കൂട്ടണം. 12 + 1 = 13. അത് ശരിയാണ്. 2. അപ്പു പിന്നിൽ നിന്നും 12-മതാണ്. ഇതുപോലെ 30 - 18 കുറക്കുക, 12 കിട്ടും. 12 + 1 = 13. തെറ്റാണ്. 3. കിച്ചുവിനും അപ്പുവിനും ഇടയിൽ 5 കുട്ടികളുണ്ട്. അത് തെറ്റാണ്. അതായത് അപ്പു മുന്നിൽ നിന്നും 18-മതും കിച്ചു മുന്നിൽ നിന്നും 13-മതുമാണ്. അവരുടെ ഇടയിൽ 4 കുട്ടികളാണുള്ളത്. 4. കിച്ചുവിനേക്കാൾ 4 കുട്ടികളുടെ പിറകിലാണ് അപ്പു. അത് ശരിയാണ്. ആൻസർ ഡി ആണ്. 4ഉം 1ഉം ശരി. 29. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രത്തിൽ എ ബി എന്നിവയുടെ സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള സംഖ്യകൾ ഏതെല്ലാം? ആൻസർ സി ആണ്. 13, 3. 30. ചുറ്റളവ് 20 സെൻറ്റിമീറ്റർ ആയ ഒരു ചതുരത്തിൻ്റെ ഒരു വശം 4 സെൻറ്റിമീറ്ററാണ്. ഈ ചതുരത്തിൻ്റെ നീളം 2 സെൻറ്റിമീറ്റർ വർദ്ധിപ്പിച്ചാൽ കിട്ടുന്ന പുതിയ ചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര? ആൻസർ ബി, 24. 2 വശങ്ങളിലും 2 സെൻറ്റിമീറ്റർ കൂട്ടണം. അങ്ങനെ 4 കൂടും. 31. പരിസര പഠനം. അനുകൂലനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ? ഒരു ജീവിയുടെ പരിസ്ഥിതിക്കിണങ്ങുന്ന തരത്തിലുള്ള ശാരീരിക സവിശേഷതയാണ്. 2. സാഹചര്യങ്ങൾ മാറുമ്പോൾ ജീവികൾക്ക് പുതിയ അനുകൂലനങ്ങൾ ഉണ്ടാകില്ല. അനുകൂലനങ്ങളെല്ലാം എല്ലാ ജീവികളിലും ഒരേപോലെയാണ് കാണപ്പെടുന്നത്. ഡി. അനുകൂലനങ്ങൾ ജീവികളുടെ വംശവർദ്ധനവിനെ സഹായിക്കുന്നില്ല. എ മാത്രമാണ് ശരിയല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി. 2. പക്ഷികളുടെ കാലിൻ്റെ പ്രത്യേകതകളും അവയുടെ ഉപയോഗവും സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? എ. കൊക്കിൻ്റെ കാലുകൾ മരത്തിൻ്റെ ചില്ലകളിൽ പിടിച്ചുറങ്ങാൻ സഹായിക്കുന്നു. ബി. താറാവിനെ പോലുള്ള പക്ഷികൾക്ക് ജലത്തിൽ നീന്താൻ വിരലുകൾക്കിടയിൽ ചർമ്മബന്ധിതമായ പാദങ്ങളുണ്ട്. സി. മരംകൊത്തിയുടെ കാലുകൾ മണ്ണിലൂടെ ഓടാൻ പ്രത്യേകം രൂപപ്പെട്ടവയാണ്. ഡി. പരുന്തിൻ്റെ കാലുകളിലെ നഖങ്ങൾ വളരെ മൃദുവായതാണ്. ആൻസർ ബി ആണ് ശരി. 33. താഴെ നൽകിയിരിക്കുന്ന പട്ടിക പരിശോധിക്കുക. സംസ്ഥാന തലസ്ഥാന കലാരൂപം നൽകിയിട്ടുണ്ട്. താഴെ നൽകിയത് വായിക്കുക. പട്ടിക പ്രകാരം നാഗാലാൻഡ് എന്ന സംസ്ഥാനത്തിന് നേരെ നൽകിയിട്ടുള്ള വിവരങ്ങൾ ശരിയായത് ഏത്?
തലസ്ഥാനം കലാരൂപം ശരിയാണ്. കലാരൂപം ശരിയാണ്, എന്നാൽ തലസ്ഥാനം തെറ്റാണ്. നൽകിയ വിവരങ്ങൾ രണ്ടും തെറ്റാണ്. തലസ്ഥാനം ശരിയാണ്, എന്നാൽ കലാരൂപം തെറ്റാണ്. നാഗാലാൻഡിൻ്റെ തലസ്ഥാനവും കലാരൂപവും തെറ്റാണ്. അപ്പോൾ ഇവിടെ സി ആണ് ആൻസർ. നൽകിയ വിവരങ്ങൾ രണ്ടും തെറ്റാണ്. സംസ്ഥാനം, തലസ്ഥാനം, കലാരൂപം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യൂണിറ്റ് 2ൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടങ്ങിയ വീഡിയോ നൽകിയിട്ടുണ്ട്. 34 ഇന്ത്യയുടെ പക്ഷിമനുഷ്യൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ സലീം അലിയുടെ വിഖ്യാതമായ ആത്മകഥ താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഡി ആണ്. ഒരു കുരുവിയുടെ പതനം. വായു നിറച്ച ഒരു ഫുട്ബോളിൻ്റെ ഭാരവും വായു പൂർണ്ണമായും കളഞ്ഞ അതേ ഫുട്ബോളിൻ്റെ ഭാരവും തമ്മിൽ താരതമ്യം ചെയ്താൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? എ. വായു ഇല്ലാത്ത ഫുട്ബോളിന് ഭാരം കൂടുതലായിരിക്കും. രണ്ടിനും ഒരേ ഭാരമായിരിക്കും. വായു നിറച്ച ഫുട്ബോളിന് ഭാരം കൂടുതലായിരിക്കും. വായുവിന് ഭാരമില്ലാത്തതിനാൽ ഭാരത്തിൽ മാറ്റം വരുന്നില്ല. വായു നിറച്ച ഫുട്ബോളിന് ഭാരം കൂടുതലായിരിക്കും. ശരിയാണ്. സി ആണ് ശരി. 36 തുള്ളൽ എന്ന കലാരൂപത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ നോക്കൂ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ കവിയാണ് ഈ കലാരൂപം ആവിഷ്കരിച്ചത്. സംസ്കൃത പദങ്ങളാണ് ഇതിൽ കൂടുതലായും ഉപയോഗിക്കുന്നത്. 3 സാമൂഹിക തിന്മകളെ പരിഹസിക്കുന്ന ഹാസ്യം ഈ കലയുടെ പ്രധാന സവിശേഷതയാണ്. 3 മാത്രമാണ് ശരി, 1ഉം 2ഉം തെറ്റാണ്. ആൻസർ ബി ആണ്. 37 പ്രസ്താവന. ചന്ദ്രൻ്റെ പ്രകാശിതമായ ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരാത്തതിനാലാണ് നമുക്ക് അമാവാസ്യ അനുഭവപ്പെടുന്നത്. കാരണം ചന്ദ്രമാസത്തിലൊരിക്കലാണ് അമാവാസ്യ ഉണ്ടാകുന്നത്. ഇവിടെ തന്നിട്ടുള്ളത് രണ്ടും ശരിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഓപ്ഷൻ വായിക്കാം. എ. രണ്ടും ശരിയാണ്, എന്നാൽ നൽകിയ കാരണം പ്രസ്താവനയുടെ യോജിക്കുന്ന വിശദീകരണമല്ല. ആൻസർ എ ആണ്. 38 താഴെ നൽകിയ പ്രസ്താവനകൾ പരിശോധിക്കുക. 1 കേരളത്തിൻ്റെ പടിഞ്ഞാറ് ദിക്കിലാണ് അറബിക്കടൽ. കേരളത്തിൻ്റെ വടക്കേ അതിർത്തിയിലുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. പശ്ചിമഘട്ട മലനിരകൾ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൻ്റെ കിഴക്ക് ദിക്കിലാണ്. 4 കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നദിയാണ് മഞ്ചേശ്വരം പുഴ. ആൻസർ 1 മാത്രം ശരി. ഓപ്ഷൻ എ. 39 താഴെ നൽകിയിരിക്കുന്നവയിൽ തെയ്യവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. തെയ്യത്തിൻ്റെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. ചെണ്ട, മദ്ദളം, ഇലത്താളം, കൊമ്പ് എന്നിവയാണ് പ്രധാന വാദ്യോപകരണങ്ങൾ. തെക്കൻ കേരളത്തിലാണ് തെയ്യം കൂടുതലായി പ്രചാരത്തിലുള്ളത്. ആൻസർ ഓപ്ഷൻ സി. 2 ശരി, 1, 3 തെറ്റ്. 40 താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 1 ഭൂമി ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 365 ദിവസം എടുക്കുന്നു. ഭൂമി 24 മണിക്കൂർ എടുത്താണ് പരിക്രമണം പൂർത്തിയാക്കുന്നത്. 3 പരിക്രമണം പൂർത്തിയാക്കാൻ 365 ദിവസം ഭൂമിക്ക് ആവശ്യമാണ്. ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് 24 മണിക്കൂർ ആവശ്യമാണ്. ആൻസർ 4 മാത്രമാണ് ശരി. ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് 24 മണിക്കൂർ ആവശ്യമാണ്. ഓപ്ഷൻ സി ആണ്. 41 മുതൽ GK ക്വസ്റ്റ്യൻസ് ആണ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ കേരളവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതെല്ലാം? കേരളത്തിൻ്റെ അക്ഷരനഗരം എന്നറിയപ്പെടുന്ന കൊല്ലം ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ അവസാനം രൂപീകൃതമായ ജില്ല പത്തനംതിട്ടയാണ്. ചുറ്റും മറ്റു ജില്ലകളാൽ ചുറ്റപ്പെട്ട കേരളത്തിലെ ഒരേ ഒരു കോട്ടയം ജില്ലയാണ്. ശരിയല്ലാത്ത പ്രസ്താവന ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ 1ഉം 3ഉം. 2 താഴെ നൽകിയിരിക്കുന്ന സമരങ്ങളെ കാലക്രമം അനുസരിച്ച് ക്രമീകരിക്കുക. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല, ചമ്പാരൻ നീലം കർഷകരുടെ സമരം, വൈക്കം സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം. ഫസ്റ്റ് നടന്നത് ചമ്പാരൻ സമരം, 2 ജാലിയൻവാലാബാഗ്, 3 വൈക്കം സത്യാഗ്രഹം, 4 ഉപ്പ് സത്യാഗ്രഹം. ആൻസർ ഓപ്ഷൻ സി. 43 ഏറ്റവും വലിയ പക്ഷി സങ്കേതമായ കിയോലാഡിയോ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഡി രാജസ്ഥാൻ. 14 താഴെ പറയുന്നവ ശ്രദ്ധിച്ച് വായിക്കുക. പ്രസ്താവന. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത് ആഗസ്റ്റ് 23-നാണ്. കാരണം ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച ദിനമായതിനാലാണ്. ആൻസർ ഓപ്ഷൻ എ. പ്രസ്താവനയും കാരണവും ശരിയാണ്. 45 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ദേശീയ സമരം ഏത്? ആൻസർ എ. നിസ്സഹകരണ സമരം. 46 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കളെക്കുറിച്ച് ശരിയായ ജോഡി ഏത്? ആൻസർ ഡി. MT വാസുദേവൻ നായർ, അക്കിത്തം അച്യുതൻ നമ്പൂതിരി.
6 പേർക്കാണ് മലയാളത്തിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഒരുപാട് GK ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട് കേട്ടോ. അതിലൊക്കെ വിശദമായിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ LSS കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലൂടെ GK ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. മക്കളെല്ലാവരും അത് കാണണം കേട്ടോ. ദിനാചരണ ക്വിസ് വീഡിയോസൊക്കെ നൽകുന്നുണ്ട്. അക്ഷരമുറ്റം, CH പ്രതിഭ തുടങ്ങിയ ക്വിസ് വീഡിയോസൊക്കെ നൽകാറുണ്ട് കേട്ടോ. 47. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആരുടെ വാക്കുകളാണ്? ആൻസർ സി. സുഭാഷ് ചന്ദ്രബോസ്. 48. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ 2025-26 വർഷത്തെ സ്കൂൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ ബി ആണ്. വേദി തിരുവനന്തപുരം, വിജയികളും തിരുവനന്തപുരം. കലോത്സവം നടന്നത് തൃശ്ശൂർ, വിജയികൾ കണ്ണൂർ. ശാസ്ത്രോത്സവം നടന്നത് പാലക്കാട്, വിജയികൾ മലപ്പുറം. 49. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആകാശ വിസ്മയങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായി ഉപയോഗിച്ച വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ ഏത്? ആൻസർ ഡി ആണ്. സ്റ്റെലേറിയം. 50. ദേശീയ പക്ഷി നിരീക്ഷണം നവംബർ 12 ആണ് എങ്കിൽ ലോക പക്ഷി നിരീക്ഷണം എന്നാണ്? ആൻസർ ഏപ്രിൽ 19. ഓക്കെ, എൻ്റെ മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയും തുടർന്നുള്ള ക്ലാസ്സുകൾ നൽകുന്നതായിരിക്കും. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.